بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد ഖുലാസത്തുൽ ഫിഖ്ഹുൽ ഇസ്ലാമി അതിന്റെ 40ാമത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണാൻ പോവുകയാണ്. തഅദ്ദുദു തയമ്മും, ഒന്നിലധികം തയമ്മും ചെയ്യേണ്ടി വരുന്ന അവസരം. തഅദ്ദുദ്, അദദ് തഅദ്ദുദ്, എണ്ണമാവുക, ഒന്നിലധികമാവുക. ഫൈനിംതനഅ ഇസ്തിമാലുൽ മാഇ ഫി ഉദുവിൻ വജബ തയമ്മുമൻ. ഫൈനിംതനഅ മുടക്കമായാൽ, ഇസ്തിമാലുൽ മാഇ വെള്ളം ഉപയോഗിക്കുന്നത്, ഫി ഉദുവിൻ ഒരവയവത്തിൽ, വജബ തയമ്മുമൻ ഒരു തയമ്മും നിർബന്ധമാണ്. അപ്പൊ വെള്ളം ഉപയോഗിക്കുന്നത് ഒരു അവയവത്തിന് തടസ്സമായാൽ ഒരു തയമ്മും ചെയ്യണം. ഔ ഫി ഉദുവൈനി, രണ്ട് അവയവത്തിൽ വെള്ളം ഉപയോഗിക്കുന്നത് തടസ്സമായാൽ ഫതയമ്മുമാനി, രണ്ട് തയമ്മും വേണം. ഔഫി സലാസത്തിൻ, മൂന്ന് അവയവത്തിൽ മുടക്കമുണ്ടായാൽ ഫസലാസത്തുൻ, മൂന്ന് തയമ്മും വേണം. മഅ ഗസ്ലി സ്വഹീഹി മിൻ കുല്ലി ഉളുവിൻ, അവിടെ സ്വഹീഹായ ഭാഗം, രോഗമില്ലാത്ത ഭാഗം, അതാണ് സ്വഹീഹ്, ആ ഭാഗം കഴുകുകയും ചെയ്യണം. അതോടൊപ്പം മിൻ ഉളുവിൻ, മിൻ കുല്ലി ഉളു, ഓരോ അവയവത്തിലെയും സ്വഹീഹായ ഭാഗം, രോഗമില്ലാത്ത ഭാഗം കഴുകുന്നതോടൊപ്പം ആ മുടക്കമുള്ള ഭാഗത്തിന് വേണ്ടി തയമ്മും ചെയ്യണം. അപ്പോ ഒരാൾക്ക് ഇവിടെ മാത്രം ഒരു ഇതുണ്ടായിട്ട് അവിടെ ബാൻഡേജ് ചെയ്തിരിക്കുകയാണ്, എന്നാൽ ഈ ഭാഗമൊക്കെ കഴുകി, എന്നിട്ട് ഈ മുടക്കത്തിന് വേണ്ടി തയമ്മും ചെയ്യുന്നു. വൈൻ അമ്മത്തിൽ ഇല്ലത്തു, ഈ മുടക്കം, ഈ രോഗം അത് വ്യാപകമായാൽ, അൽ വജ്ഹ, മുഖം പൂർണ്ണമായിട്ടും പറ്റാണ്ടാണുള്ളത്, മുഖം പൂർണ്ണമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ടാണുള്ളത്. അങ്ങനെയായാൽ രണ്ടാമത്തെ രൂപം, അവിൽ വജ്ഹ വൽ യദൈനി, മുഖത്തും രണ്ട് കൈയിലും പൂർണ്ണമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെയാണുള്ളത്, രണ്ടാമത്തെ രൂപം. മൂന്നാമത്തത് ഔ ജമീഅൽ അഅ്ളാഇ, എല്ലാ അവയവങ്ങളും വെള്ളം ഉപയോഗിക്കാൻ പറ്റാണ്ടാണുള്ളത്, എന്നാൽ ഫതയമ്മും, ഇവിടെയെല്ലാം ഒരു തയമ്മും ചെയ്താൽ മതിയാകും. ഇനി മറ്റൊരു രൂപം പറയാണ്, ഔ മാഅദർ റഅ്സി, മാഅദർ റഅ്സ, തല അല്ലാത്ത എല്ലായിടത്തും മുടക്കമാണ്. അങ്ങനെയാകുമ്പോ ഫതയമ്മുമാനി, രണ്ട് തയമ്മും ചെയ്യണം. തയമ്മുമുൻ ലിൽ വജ്ഹി വൽ യദൈനി, മുഖത്തിനും കൈക്കും വേണ്ടി ഒരു തയമ്മും, നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ. പിന്നെ രണ്ടാമത്തെ തയമ്മും എന്തിനാണ്? തയമ്മുമുൻ, രണ്ടാമത്തെ ഒരു തയമ്മും ലിർ റിജ്ലൈനി, രണ്ട് കാലിന് വേണ്ടി. ഇത് വുളുവിന്റെ വിഷയമാണ് പറയുന്നത്. വലാ യജിബു, നിർബന്ധമല്ല, ബൽ യുന്തബു, എന്നാലും സുന്നത്താണ്, തയമ്മുമാനി, രണ്ട് തയമ്മും. എവിടെ? ലിൽ യദൈനി, രണ്ട് കൈക്ക് വേണ്ടി രണ്ട് തയമ്മും, രണ്ട് കൈക്ക് വേണ്ടി ഒരു തയമ്മും മതി നിർബന്ധം. അതേസമയത്ത് സുന്നത്താണ് രണ്ട് കൈക്ക് വേണ്ടി രണ്ട് തയമ്മും ചെയ്യുന്നത്. രണ്ട് കൈക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ രണ്ട് കൈക്ക് മുടക്കമുണ്ടായാൽ, വെള്ളം ഉപയോഗിക്കാൻ തടസ്സമായാൽ. വലിയ രിജ്ലൈനി, രണ്ട് കാലിനും അങ്ങനെ തന്നെ. ഇനി അടുത്ത വിഷയം, വലായ തയമ്മമു, തയമ്മും ചെയ്യേണ്ടതില്ല, ഇല്ലാ വഖ്ത ഗസ്ലി അലീലിഹി, ആ രോഗമുള്ളതിനെ അലീൽ എന്ന് പറയാം. അലീലിഹി, അയാളുടെ ആ രോഗമുള്ള അവയവം കഴുകുന്നതിന്റെ സമയത്തല്ലാതെ തയമ്മും ചെയ്യേണ്ടതില്ല. വുളു എടുക്കുമ്പോ തയമ്മും എവിടെ ചെയ്യേണ്ടത്? ആ അവയവം കഴുകേണ്ട സമയമായതിനു ശേഷമാണ് തയമ്മും ചെയ്യേണ്ടത്. വുളു എടുക്കാണ്, എവിടെയാ മുടക്കമുള്ളത്? കയ്യിലാണ്. ഇപ്പൊ മുഖം കഴുകി, ഇനി കൈ കഴുകേണ്ട സമയമായി, ഇവിടെ തയമ്മും ചെയ്യാം. അങ്ങനെയാണ് രൂപം. വലായന്തഖിലു, മുന്നോട്ട് നീങ്ങരുത്, മിൻ ഉളുവിൻ, ഒരവയവത്തിൽ നിന്ന് അടുത്ത അവയവത്തിലേക്ക്, ഇല്ലാ ബഅദ തത്മീമിഹി, അത് പൂർത്തിയാക്കിയതിന് ശേഷമല്ലാതെ, ഗസ്ലൻ, കഴുകലും, വ തയമ്മുമൻ, തയമ്മുമും പൂർത്തിയാക്കിയിട്ടേ അടുത്തതിലേക്ക് പോകാവൂ. ഉദാഹരണത്തിന് കൈയിലാണ് മുടക്കം, എന്നാൽ മുഖം, കൈ, പിന്നെ എവിടെയാ? തല തടവുക. തല തടവിലേക്ക് പോകുന്നതിന്റെ മുമ്പ് കൈയിന്റെ കഴുകലും പൂർത്തിയാകണം, തയമ്മും പൂർത്തിയാകണം, എന്നിട്ട് തല തടവുന്നതിലേക്ക് പോകാവൂ. വലാ തർത്തീബ, തർത്തീബ് ആവശ്യമില്ല, ബൈനഹുമ, ഈ ഇത് രണ്ടിന്റെയും ഇടയിൽ, ലാക്കിൻ, അതായത് വുളുവിന്റെ ഇതിന്റെ ഇടയിൽ ആദ്യം ഇന്നത് പിന്നെ മറ്റത് എന്നുള്ളതിന്റെ ആവശ്യമില്ല. വലാ തർത്തീബ ബൈനഹുമ, ലാക്കിൻ, എങ്കിലും അൽ അഫ്ളലു, ഏറ്റവും ശ്രേഷ്ഠമായത്, തഖ്ദീമു തയമ്മുമി, ആദ്യം തയമ്മുമാക്കുക. അപ്പോ കയ്യിന്റെ സ്ഥലം ഇവിടെ മുടക്കമുണ്ട്, ഒരു വെള്ളം ഉപയോഗിക്കുന്നത് തടസ്സമുണ്ട്. ഇവിടെ തയമ്മുമിന്റെ സമയത്തിയാൽ ആദ്യം തയമ്മുമ് പിന്നെ വുളു എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ അൽ അഫ്ളലു, ശ്രേഷ്ഠമായത്, തഖ്ദീമു തയമ്മുമി, ആദ്യം തയമ്മും ചെയ്യാം. മുഖം കൈ കഴുകേണ്ട സമയമായി, ഇനി ആദ്യം തയമ്മും ചെയ്യാം, മുഖത്തും കയ്യിലും തയമ്മും ചെയ്യാം.
എന്നിട്ട് കൈ കഴുകുക. അങ്ങനെ ചെയ്യാം. അങ്ങനെ കഴിയാനുള്ള നേട്ടം എന്താ? ലിയുസീല, നീക്കാൻ, അൽമാഉ, ഈ വെള്ളം, ഒളുവിന്റെ വെള്ളം, അസറ തുറാബി, മണ്ണിന്റെ അസറില്ലേ, അത് നീക്കും. അപ്പൊ പിന്നെ അവിടെ വൃത്തിയാകലും കൂടിയായി. വകുല്ലു ഹാദ, ഈ പറഞ്ഞതൊക്കെ ഫിൽ മുത്തവല്ലി, വുളു എടുക്കുന്ന ആളെ കുറിച്ചാണ്. അമ്മൽ മുഗ്തസിലു, കുളിക്കുന്ന ആളാണെങ്കിലോ ഫയക്ഫീഹി, അയാൾക്ക് മതി തയമ്മുൻ വാഹിദുൻ, ഒറ്റ തയമ്മും മതി. വലൗ തഅദ്ദദത്, ഇനി ഒന്നിലധികം ഉണ്ടായാലും, അഅ്ളാഉൽ ഇല്ലത്തി, മുടക്കമുള്ള രോഗമുള്ള അവയവങ്ങൾ ഒന്നിലധികം കൂടുതലുണ്ട്, എന്നാലും ഒരു തയമ്മും മതി കുളിക്ക്. വലാ തർത്തീബ്, തർത്തീബ് ആവശ്യമില്ല. ബൈന തയമ്മുമി വഗസ്ലി സ്വഹീഹി, ആദ്യം തയമ്മുമ് പിന്നെ ഇത് കഴുകുക എന്നുള്ള തർത്തീബ് ആവശ്യമില്ല, നിർബന്ധമില്ല. വലാ തർത്തീബ ബൈന തയമ്മുമി വഗസ്ലി സ്വഹീഹി, ശരിയായ ഭാഗം, മിൻ ബദനിഹി, ശരീരത്തിൽ നിന്ന് ശരിയായ ഭാഗം കഴുകുന്നതിന്റെ തയമ്മുമിന്റെ ഇടയിൽ തർത്തീബ് ആവശ്യമില്ല. ലാക്കിൻ, എന്നാലും, അൽ ഔല, ഏറ്റവും നല്ലത്, ലഹു, ആ ആൾക്ക്, തഖ്ദീമു തയമ്മുമി, തയമ്മുമിനെ ആദ്യം ചെയ്യുന്നതാണ് നല്ലത്. ലിമാ ദുക്കിറ, കാരണം നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം അങ്ങനെ ചെയ്താൽ രണ്ടാമത് വുളു വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവിടെ കഴുകൽ, ആ മണ്ണിന്റെ അസർ നീങ്ങും, മണ്ണിന്റെ അടയാളം നീങ്ങിപ്പോകും. അതൊരു സുഖാണല്ലോ, അതൊരു സൗകര്യമാണല്ലോ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ ഭാഗങ്ങൾ 1-2 തവണ ആവർത്തിച്ച് വേണമെങ്കിൽ കേൾക്കാം. ആവർത്തിച്ച് പറയുന്നതിനേക്കാൾ സുഖം 1-2 ദിവസം റിപ്പീറ്റ് ചെയ്ത് കേൾക്കലാണല്ലോ സൗകര്യം. അതുകൊണ്ടാണ് അതിനെ കൂടുതൽ വിശദീകരിക്കാതിരുന്നത്. ബാക്കി വിശദീകരണങ്ങൾ ഇതിന്റെ ലൈവ് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുകയാണ് നല്ലത്. ഇൻഷാ അല്ലാഹ്.